ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മാർച്ച് 20, 2026. ഇന്ന് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വാർഷികമാണ്. മാർച്ച് 19, 2003 ഇറാഖിലേക്ക് 91 കുവൈറ്റ് പിടിച്ചെടുത്ത വേളയിൽ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന് പറഞ്ഞ് അമേരിക്ക ജോർജ് മൂത്ത ബുഷ് അപ്പൻ ബുഷ് ആക്രമണം നടത്തിയിരുന്നു. അതിനുശേഷം 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷം 2003 മാർച്ച് 19, അപ്പോൾ അതിൻ്റെ വാർഷികമാണ് ഇന്ന്. അന്നാണ് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന ഒരു പേരിൽ അത് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഇറാഖിൽ സദാം ഹുസൈൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ട് മകൻ ബുഷ് ഇറാഖിനെ ആക്രമിക്കുന്നു. അന്ന് മകൻ ബുഷിന് തലയ്ക്ക് ഓളം വന്ന് നടക്കായിരുന്നു. കാരണം 2001 ആക്രമണത്തിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ പോകുന്നു, ഒസാമ ബിൻ ലാദനെ കിട്ടുന്നില്ല. ഒസാമ ബിൻ ലാദൻ ടോറാബാറ കുന്നുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആരൊക്കെ ആക്രമിക്കണം? അപ്പോഴാണ് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞത്, ആക്സിസ് ഓഫ് ഈവിൾ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് നോർത്ത് കൊറിയയും ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ ആണ് ജോർജ് ബുഷ് ഉദ്ദേശിച്ചത്. അന്ന് അദ്ദേഹം ഇറാഖിൽ പോകുന്നതിന് വ്യക്തമായിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം അവിടെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ സദാം ഹുസൈൻ്റെ കയ്യിൽ കഞ്ഞുപിടിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. ഈ കാലഘട്ടത്തിലാണ് ആ രാജ്യം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയും അവിടുത്തെ എണ്ണ പിടിക്കുന്നതിന് വേണ്ടിയും ആണെന്ന് പറയപ്പെടുന്നു ജോർജ് ബുഷ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. 2003 മാർച്ച് 19. ഇതിന് ആസ്പദമായ കാരണമെന്ന് പറയുന്നത് 2001 സെപ്റ്റംബർ 11 ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെൻറ്ററും പെൻറ്റഗൺ ഭീകരാക്രമണം ഇവിടെ നടന്ന വേളയിൽ അന്ന് ശത്രുക്കളാണെങ്കിൽ പോലും ഒരു പക്ഷേ പുറമേ വന്ന് പറയാം 3000 ആൾക്കാരോളം മരണപ്പെട്ട ഒരു രാജ്യം, നിങ്ങളുടെ ശത്രു രാജ്യമാണെങ്കിലും ഒരു പക്ഷേ പുറമേ വന്ന് പറയും ഞാൻ ഈ മനുഷ്യക്കുരുതിയിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഒരു രാജ്യമെന്ന നിലയിൽ അങ്ങനെയാണ് സാധാരണ രീതിയിൽ മനുഷ്യ സംസ്കാരം, അതായത് മരണത്തിലോ രക്തത്തിലോ അന്ധകാരത്തിലോ വിശ്വാസമില്ലാത്ത മതവിശ്വാസങ്ങൾ ശത്രുവാണെങ്കിൽ പോലും അങ്ങനെയാണ് പറയുള്ളൂ, ഉള്ളിൽ വേറെ എന്താണെങ്കിൽ പോലും പുറമേ വന്ന്. എന്നാൽ അതിന് പകരം ശ്രീമാൻ സദാം ഹുസൈൻ കേരളത്തിൻ്റെ മണ്ണിൽ സുന്നത്ത് നിസ്കാരം, അദ്ദേഹത്തിൻ്റെ മരണമായി മയ്യത്ത് നിസ്കാരം, മരണപ്പെട്ട ഒസാമ ബിൻ ലാദൻ അതൊക്കെ ചെയ്യുന്ന നാടാണ് നമ്മുടെ കേരളം എന്നുള്ളതിൽ നമ്മൾ അല്പം ആശങ്കയുണ്ട് എനിക്ക്. ഇലക്ഷൻ കാലത്ത് വരുമ്പോൾ മറ്റു മതവിഭാഗങ്ങൾ ചിലരും ചിന്തിക്കട്ടെ. അന്ന് സദാം ഹുസൈൻ ഒരു AK-47 തോക്കും കൊണ്ട് പുറത്ത് വന്നിട്ട് കട്ടകട്ടാന്ന് മുകളിലേക്ക് വെടിവെക്കുക. അദ്ദേഹം സന്തോഷം പ്രകടിപ്പിക്കുക. കാരണം ഒസാമ ബിൻ ലാദൻ്റെ അൽഖ്വയ്ദ താലിബാനും കൂടിയിട്ട് അമേരിക്കയിൽ 3000 ആൾക്കാരെ കൊന്നിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശത്രുവാണെങ്കിൽ പോലും വെറുതെ വന്ന് പറയും ഞാനിതിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു എന്നുള്ളത്. അതിന് പകരം സന്തോഷം പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹം. ഒരു പക്ഷേ ജോർജ് ബുഷിന് അത് ഇഷ്ടപ്പെട്ട് കാണില്ല. ജോർജ് ബുഷ് കാരണം സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരുടെ അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഏത് മനുഷ്യനെ കൊന്നു കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ഹൃദയമുള്ളവനാണെങ്കിൽ ദുഃഖം രേഖപ്പെടുത്തുക. എനിക്ക് തോന്നുന്നു ഒട്ടനവധി ഒരുവിധം എല്ലാ അറബ് രാജ്യങ്ങൾ, ഇറാൻ പോലും ഖേദം പ്രകടിപ്പിച്ചു, ചൈന, റഷ്യ, എല്ലാ രാജ്യങ്ങളും അതിനിടയിൽ ഒരു തോക്കും കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് വെടിവെക്കുകയാണ്. അതിൻ്റെ ഇപ്പം നമ്മുടെ കേരളത്തിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ചുണക്കുട്ടി എന്നൊക്കെ. അതായത് അമേരിക്കയുടെ സുഹൃത്തായിരുന്നു 80കളിൽ ഇറാനായിട്ട് അടിക്കുന്ന സമയത്തൊക്കെ. ജോർജ് ബുഷിൻ്റെയും റൊണാൾഡ് റീഗൻ്റെയൊക്കെ ഒരു വലിയ സുഹൃത്തായിരുന്നു ഈ സദാം ഹുസൈൻ. അവിടെ നിന്നും അവിടെയുള്ള അമേരിക്ക കൊടുത്ത ആയുധങ്ങൾ, കെമിക്കൽ വെപ്പൺസ് ഉപയോഗിച്ച് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെയും കുർദുകളെ പ്രത്യേകമായിട്ട് കൊന്നപ്പോഴാണ് അമേരിക്ക എതിരായത്. കാരണം ഈ ആയുധം കൊടുത്തിരിക്കുന്നത് സ്വയം രക്ഷയ്ക്ക്, ഇറാഖ് എന്ന രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കൊടുത്തത്. ഇത് ദുരുപയോഗം ചെയ്തതിലാണ് അമേരിക്കയായിട്ട് തെറ്റിയത്. എന്നാൽ ആ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവനും കൊണ്ട് പോകുന്നതാണ് ഈ ധീരയോദ്ധാവ് എന്ന് കേരളത്തിൽ വിളിക്കപ്പെടുന്ന തീവ്രവാദ അദ്ദേഹം സദാം ഹുസൈൻ. ഒരു പക്ഷേ നമുക്ക് ഒസാമ ബിൻ ലാദനോട് താരതമ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് വേറെ കുറേ കഴിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വാസ്തവമായിരുന്നു. പക്ഷെ എന്തിനു വേണ്ടി അദ്ദേഹം അങ്ങനെ ചെയ്തു? അപ്പോൾ ഈ വാർഷിക ദിനത്തിൽ, അതായത് 2003 നടന്ന ആ ഒരു അധിനിവേശം അമേരിക്കയ്ക്കും ഒട്ടനവധി നാശനഷ്ടം ഉണ്ടായിട്ടോ. അമേരിക്ക അവിടെ ചെന്ന് ആ ഒരു യുദ്ധത്തിന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത് ചിന്തിക്കാൻ. ട്രില്യൺ കണക്കിന് ഡോളറും ഒട്ടനവധി നാശനഷ്ടങ്ങളും മനുഷ്യജീവനും ഒക്കെ അമേരിക്കയ്ക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കൂടി പ്രമുഖനായ സദാം ഹുസൈൻ്റെ അവസാനം എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിൽ കൂടിയാണ്. സദാം ഹുസൈന് അങ്ങനെയൊരു
കെണിയിലേക്ക് ചെന്ന് അദ്ദേഹം അവസാനം ഭൂമിക്കടിയിൽ താടിയൊക്കെ വളർത്തി ഒളിച്ചിരിക്കുന്നതും അമേരിക്കൻ സേന പോയി പിടിക്കുന്നതൊക്കെ നമ്മൾ ചരിത്രത്തിൽ കണ്ടറിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വാർഷികമാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടാടുന്നത്. ഇറാഖിനെ രണ്ടാമത് പിടിച്ചടക്കി. പക്ഷെ അവിടെയൊന്നും സമാധാനമൊന്നും ഒരിക്കലും ആ പ്രദേശത്ത് വരാൻ പോകുന്നില്ല. സമാധാനം വരുന്നത് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച GCC രാജ്യങ്ങളാണ്. GCC നമ്മളുടെ മലയാളികൾ അവസരങ്ങൾ അവർ വളരുകയാണ്. അവർ സംസ്കാരത്തിലേക്ക്, സിവിലൈസേഷനിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു. 1400 വർഷത്തെ പഴയ മണ്ണും കല്ലും നിറഞ്ഞ ആ ഒരു കാട്ടറബിതിൽ ചിന്താഗതിയിൽ നിന്നും GCC മാറിയതിൽ മലയാളിക്ക് പങ്കുണ്ട്. മലയാളി അതിൻ്റെ ഗുണഭോക്താവാണ്. എന്നാൽ വീണ്ടും അത്തരത്തിലുള്ള ഇത് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത്, അത്തരത്തിലുള്ള ചിന്താഗതി ഉള്ളവർ വളരെ ചെറിയ വിഭാഗമായിട്ട് അവിടെ നിലകൊള്ളുന്നുള്ളത് ഒരു വാസ്തവമാണ്. സദാം ഹുസൈനെ പോലെ 3000 ആൾക്കാർ മരിക്കുമ്പോൾ മുകളിലേക്ക് വെടിവെക്കുന്ന ആൾക്കാർ, ആ സമാധാനത്തിൻ്റെ കരുണയുടെ വിശ്വാസ പ്രമാണികൾ നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.